എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചുരിദാർ കട്ടിംഗ് ആണ് കാണിച്ചിരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ്. അതിൻ്റെ അരികുവശം നമുക്ക് രണ്ട് സൈഡും 1/4 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും താഴേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇത് ഫ്രണ്ട് ഭാഗത്തെ നെക്കാണ്. നമുക്ക് വീതി വന്നിട്ട് 3 ഇഞ്ച് രണ്ട് സൈഡിലോട്ടും നീക്കി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് നിന്നും നമുക്ക് മുകളിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ചെറുതായൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഇതുപോലെ വയ്ക്കാം. ഇനി നമുക്ക് സൂചി കൊണ്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ പിൻ കുത്തി വെച്ചതൊക്കെ അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇപ്പുറത്താക്കി നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെറിയ ചെറിയ കട്ടിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ മറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കഴുത്തിവിടെ വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തുമ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമ്മളിതിന് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള എന്താ കഴുത്തിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് ഇത്. നമ്മൾ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ അരികുവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുക്കാം. ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. സൈഡിലേക്ക് 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഫസ്റ്റ് ക്ലോത്ത് മറിച്ചടിച്ച പോലെ തന്നെ മറിച്ചടിക്കാം.
ഇപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശമാണ്. നമ്മളിനി വെക്കാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം, അതായത് നല്ല വശം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ ഷോൾഡർ ഭാഗവും നമുക്കിതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി വെച്ച് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ഒരു പാർട്ടായിട്ട് ഇടാവേ. ഇത് ഒരുപാട് ലെങ്ത് ആയ കാരണമാണ് വീഡിയോ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ 2 പാർട്ടാക്കിയിട്ട് ഇടാവേ. താങ്ക് യു.